ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ സിസ്റ്റംസ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പവർ സിസ്റ്റത്തിൻ്റെ ജനറേഷൻ, ട്രാൻസ്മിഷനൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റം ഡിസ്ട്രിബ്യൂഷനാണ്. എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പവർ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 11 kV വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 11 kV 132 വോൾട്ടായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരിക. ആദ്യം 132 വോൾട്ടിന് 33 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു സബ്സ്റ്റേഷനുകളിൽ വെച്ചിട്ട്. എന്നിട്ട് അതിന് വീണ്ടും 11 kV ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അതിനെ വീണ്ടും എന്ത് ചെയ്യാം, ഒന്നുകിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള 11 kV യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നോർമൽ കൺസ്യൂമേഴ്സിന് 11 kV എത്രയാക്കുക, 415 വോൾട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ചിട്ട് എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ ഒരു സെക്ഷനാണ് ഇവിടെ വരിക, ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ വരിക. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ മുതൽ കൺസ്യൂമർ വരെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് എന്ത്, ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, the part of power system which distributes electric power for local use is known as distribution. അതായത് ഇലക്ട്രിക്കൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ലോക്കൽ യൂസിലേക്ക് എത്താൻ വേണ്ടി പവറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് എന്ത് വിളിക്കുക, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വിളിക്കാം. Okay, the distribution system is the electrical system between the substation fed by the transmission system. ഒരു സബ്സ്റ്റേഷൻ മുതൽ, ആ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സബ്സ്റ്റേഷൻ മുതൽ കൺസ്യൂമറിൻ്റെ മീറ്ററിംഗ് വരെയുള്ള ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിൽ തന്നെ എന്തൊക്കെ ഉണ്ട്, ഫീഡേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, സർവീസ് മെയിൻസ് ഉണ്ട്, അങ്ങനെ പല ടേംസും അതിനകത്ത് വരുന്നുണ്ട്. ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, അതേപോലെ സർവീസ് മെയിൻസ്, ഇതൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നത്. അപ്പോൾ എന്താണ് ഫീഡേഴ്സ് എന്ന് ആദ്യം നോക്കാം. ഫീഡർ എന്ന് വെച്ചാൽ സബ്സ്റ്റേഷൻ, മെയിനായിട്ടുള്ളൊരു സബ്സ്റ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോക്കൽ ചെറിയൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ആ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷനിൽ നിന്ന് എവിടത്തേക്കാണോ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അവിടെ വരെയുള്ള കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫീഡർ എന്ന് പറയും. ഫീഡർ ഈസ് എ കണ്ടക്ടർ വിച്ച് കണക്ട്സ് ദ സബ്സ്റ്റേഷൻ ഓർ ലോക്കലൈസ്ഡ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ടു ദ ഏരിയ വേർ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. എവിടത്തേക്കാണ് നമ്മൾ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, സബ്സ്റ്റേഷൻ മുതൽ ആ ഏരിയയിലേക്കുള്ള ആ ഏരിയ വരെ കണക്ട് ചെയ്യുന്ന കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫീഡർ. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സ്റ്റേഷൻ എങ്കിൽ സബ്സ്റ്റേഷൻ മുതൽ ഇവിടത്തേക്കുള്ള ഡിഫറൻറ്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീഡേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഫീഡേഴ്സ് നമ്മൾ എന്തെടുക്കില്ല, നോർമലി ടാപ്പിംഗ്സ് ഒന്നും എടുക്കാറില്ല, ഫുൾ കറണ്ട് തന്നെയായിരിക്കും അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ടാപ്പിംഗ്സ് എടുക്കാറില്ല ഫീഡർ എന്നത്. ദാർഫോർ ദ കറണ്ട് ഇൻ ഇറ്റ് റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട്. എല്ലാ ഫീഡറിലും കറണ്ട് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, ദ മെയിൻ കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് ദ ഫീഡർ ഈസ് ഇറ്റ്സ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു പോയിന്റ് നോട്ടേക്ക്, ഫീഡർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ്, കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫീഡറിൻ്റെ ഡിസൈന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റേഷൻ മുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഏരിയയിലേക്ക്, എവിടത്തേക്കാണ് നമുക്ക് ഏരിയക്ക് എത്തേണ്ടത് ആ ഏരിയ വരെ കണക്ട് ചെയ്യുന്ന കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫീഡർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ. Distributor is a conductor from which tappings are taken for supply to the consumers. അതായത് ഫീഡറിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്താൻ വേണ്ടി പല വോൾട്ടേജ് റേറ്റിംഗ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ കറണ്ട് ടാപ്പിംഗ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ കറണ്ട് ടാപ്പിംഗ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ. ദാറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് എ കണ്ടക്ടർ ഫ്രം വിച്ച് ടാപ്പിംഗ്സ് ആർ ടേക്കൺ ഫോർ സപ്ലൈ ടു ദ കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ടാപ്പിംഗ്സ് എടുക്കുന്ന കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ടാപ്പിംഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും, കറണ്ട് ത്രൂ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ബട്ട് ഫീഡറിൻ്റെ കേസിലാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഫീഡർ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറിൽ എന്തായിരിക്കില്ല, ദ കറണ്ട് ത്രൂ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ബിക്കോസ് ടാപ്പിംഗ്സ് ആർ ടേക്കൺ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അലോങ് ഇറ്റ്സ് ലെങ്ത്. പല ലെങ്ത്തിൻ്റെ ഇടയിൽ എടുക്കും നമ്മൾ എന്തെടുക്കും, ടാപ്പിംഗ്സ് എടുക്കും. വോൾട്ടേജ് റേറ്റിംഗിനെ ബേസ് ചെയ്തിട്ട് ടാപ്പിംഗ്സ് എടുക്കാറുണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂട്ടർ. നെക്സ്റ്റ് സർവീസ് മെയിൻസ്. ഡിസ്ട്രിബ്യൂട്ടറിനെയും കൺസ്യൂമർ ടെർമിനൽസിനെയും കണക്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സർവീസ് മെയിൻ. ദാറ്റ് ഈസ് എ സ്മോൾ കേബിൾ വിച്ച് കണക്ട്സ് ദ ഡിസ്ട്രിബ്യൂട്ടർ ടു ദ കൺസ്യൂമർ ടെർമിനൽസ്. അതിനെയാണ് എന്ത് വിളിക്കുക, സർവീസ് മെയിൻസ് എന്ന് വിളിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഫീഡർ ഉണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതേപോലെ സർവീസ് മെയിൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഇപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് AC ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ DC ഡിസ്ട്രിബ്യൂഷൻ. അത് നേച്ചർ ഓഫ് ദ കറണ്ട് വെച്ചിട്ടാണ്, ഏത് കറണ്ടാണ്, AC ആണോ DC ആണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ, ഒന്ന് AC ഡിസ്ട്രിബ്യൂഷനും രണ്ടാമത്തത് DC ഡിസ്ട്രിബ്യൂഷൻ.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതേപോലെ അണ്ടർഗ്രൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ. 3 സ്കീം ഓഫ് കണക്ഷൻ. എങ്ങനെയൊക്കെയാണ് ഈ കണക്ഷൻ ചെയ്തേക്കുന്നത് ബേസ് ചെയ്തിട്ട് 3 ഉണ്ട്. ഒന്ന് റിംഗ് മെയിൻ സിസ്റ്റം, രണ്ടാമത്തത് റേഡിയൽ സിസ്റ്റം, മൂന്നാമത്തെ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. ഓക്കെ. അങ്ങനെ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേച്ചർ ഓഫ് ദ കറണ്ട് വെച്ചിട്ട് എ സി ആൻഡ് ഡി സി, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ വെച്ച് ഓവർ ഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട്, മൂന്നാമത്തെ സ്കീം ഓഫ് കണക്ഷൻ വെച്ചിട്ട് റിംഗ് മെയിൻസ്, റേഡിയൽ ആൻഡ് ഇന്റർ കണക്റ്റഡ്. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ആദ്യം എ സി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. എ സി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ എ സി കറണ്ടാണ് അല്ലെങ്കിൽ എ സി വോൾട്ടേജ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എ സി സിസ്റ്റം അല്ലെങ്കിൽ എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അത് രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മൾ 33 KVയെ 11 KV ആക്കുന്നതാണ് എന്തെന്ന് വിളിക്കുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുക. അത് നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തുന്ന രീതിയിൽ 11 KVനെ വീണ്ടും 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ട്, സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനത്തെ എന്ത് വിളിക്കുക, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എ സി ഡിസ്ട്രിബ്യൂഷനിൽ എ സി പവറാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് തന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് 33/11 KV. കൂടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് 11 KVനെ 415, 3 ഫേസിലാണെങ്കിൽ 415 ആക്കുക, സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് ആക്കുക. ഇതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ. അപ്പോൾ ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കാം. ഓപ്പറേറ്റ്സ് അറ്റ് വോൾട്ടേജസ് സംവാട്ട് ഹയർ ദാൻ ദ ജനറൽ യൂട്ടിലൈസേഷൻ. ഓക്കെ. അതെന്തായിരിക്കും, ഹയർ വോൾട്ടേജസിലായിരിക്കും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഹാൻഡിൽസ് ലാർജ് ബ്ലോക്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാൻ ദ ആവറേജ് ലോ വോൾട്ടേജ് കൺസ്യൂമർ യൂസേഴ്സ്. അത് നോർമൽ കൺസ്യൂമേഴ്സിന് നമുക്ക് 230, 440, 15 കൊടുത്താൽ മതി. പക്ഷേ അതിനേക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെങ്കിൽ ഹാൻഡിൽ ലാർജ് ബ്ലോക്സ് ഓഫ് എനർജി, വലിയ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ ചെയ്യുന്നത്. 11 KV ഒക്കെയാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. The voltage used for primary distribution depends upon the amount of power to be conveyed and the distance of the substation required to be fed. ഓക്കെ. അപ്പോൾ എത്ര വോൾട്ടേജ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എത്ര വോൾട്ടേജ് ആണ് വേണ്ടതെന്നുള്ളത്, എത്ര പവറാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതേപോലെ സബ്സ്റ്റേഷൻ എത്ര ദൂരത്തെയാണുള്ളത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 33/11 KV ആണ് നോർമലി പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, 33 KV നമ്മൾ ഇവിടുന്ന് വരുന്നു, അതിന് ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഒന്നുകിൽ ഡയറക്റ്റ് ബിഗ് കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കുക 11 KV, ഫാക്ടറീസൊക്കെ ആണെങ്കിൽ 11 KV ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് അടുത്തിലേക്ക് കൊടുക്കുക. ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത്. ഓക്കെ. 33 KVനെ 11 KV ആക്കി മാറ്റി. നെക്സ്റ്റ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അൾട്ടിമേറ്റ് എൻഡ് യൂസർ ആയിട്ടുള്ള കൺസ്യൂമറിന് എന്ത് യൂസ് ചെയ്യണം, ഇലക്ട്രിക്കൽ എനർജി ഡെലിവർ ചെയ്യണം. ആ പാർട്ടിനെയാണ് എന്ത് വിളിക്കുക, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് നമ്മൾ സബ്സ്റ്റേഷൻ 11 KVനൊക്കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടൊക്കെ 230 വോൾട്ടും 415 വോൾട്ടാക്കിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ എൻഡ് യൂസർ ആയിട്ടുള്ള കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് എന്ത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ 11 KVനൊക്കെ മാറ്റി സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 400 വോൾട്ട് 230 വോൾട്ടൊക്കെ ആക്കി മാറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് എന്ത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് എന്ത് എ സി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. നെക്സ്റ്റ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, 2 വയർ ഉണ്ട്, അതേപോലെ 3 വയർ ഉണ്ട്. ഓക്കെ. ദ ഡി സി സപ്ലൈ ഫ്രം ദ സബ്സ്റ്റേഷൻ മേ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ ഫോം ഓഫ് 2 വയർ ഓർ 3 വയർ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് 2 വയർ, എന്താണ് 3 വയർ നമുക്ക് നോക്കാം. 2 വയർ സിസ്റ്റത്തിൽ ആകെ 2 വയറേ ഉണ്ടാവുള്ളൂ, ഒരു പ്ലസും ഒരു മൈനസും. ഓക്കെ. പോസിറ്റീവ് വയർ ആണെങ്കിൽ അതാണ് ഔട്ട് ഗോയിങ് വയർ, അല്ലെങ്കിൽ നെഗറ്റീവ് വയർ എന്ന് പറഞ്ഞാൽ അതാണ് റിട്ടേൺ വയർ എന്ന് പറഞ്ഞാൽ ഈ വയറിൽ പോയി ഇതുവഴി തിരിച്ചു വരിക. 2 വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ഇതിനെയാണ് എന്ത് വിളിക്കുക, 2 വയർ ഡി സി സിസ്റ്റം എന്ന് വിളിക്കാം. ദിസ് സിസ്റ്റം ഈസ് നെവർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ പർപ്പസ് ഡ്യൂ ടു ലോ എഫിഷ്യൻസി. 2 വയർ സിസ്റ്റം ആണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും, കുറവായിരിക്കും. ബട്ട് മേ ബി എംപ്ലോയ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡി സി പവർ. ഡി സി സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്, 2 വയർ സിസ്റ്റം യൂസ് ചെയ്യുക. നോർമലി എ സി 2 വയർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല, ലോ എഫിഷ്യൻസി കാരണം. ഓക്കെ. നെക്സ്റ്റ് 3 വയർ ഡി സി സിസ്റ്റം. 3 വയർ ഡി സി സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ഇതുണ്ടാകും, അതിൻ്റെ അടുക്ക് ഒരു ന്യൂട്രലും കൂടി വെക്കും, പ്ലസിൻ്റെയും മൈനസിൻ്റെ ഇടയിൽ എന്ത് വെക്കും, ഒരു ന്യൂട്രലും കൂടി വെക്കും. ദാറ്റ് ഈസ് ഇറ്റ് മേക്സ് അവൈലബിൾ 2 വോൾട്ടേജസ് അറ്റ് ദ കൺസ്യൂമർ ടെർമിനൽസ്. കൺസ്യൂമേഴ്സിന് എന്ത് കിട്ടും, 2 വോൾട്ടേജ് കിട്ടും. ഓക്കെ. ഹൈ വോൾട്ടേജ് ആണ്, അതായത് ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സ്, എക്സാമ്പിൾ മോട്ടറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, പ്ലസിൻ്റെയും മൈനസിൻ്റെ അടുക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ. പ്ലസിൻ്റെ മൈനസിൻ്റെ അടുക്ക് ഹൈ വോൾട്ടേജസ് ഒക്കെ പ്ലസിൻ്റെ മൈനസിൻ്റെ അടുക്ക് കണക്ട് ചെയ്യും. അതിനെ ഔട്ടേഴ്സ് എന്ന് വിളിക്കും, പ്ലസിൻ്റെ മൈനസ് ടെർമിനൽ ഔട്ടേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ ബാക്കി രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യും, ന്യൂട്രൽ. നോക്കാം,
ലാമ്പ്, ഹീറ്റിംഗ് സർക്യൂട്ട്, അതായത് ചെറിയ ലോഡിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്ലസിൻ്റെയും ന്യൂട്രലിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇതിനെയാണ് എന്ത് വിളിക്കുക, 3 വയർ ഡി സി സിസ്റ്റം. പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും, അതേപോലെ ഒരു ന്യൂട്രൽ വയറും കൂടി വരും. ഇതിനെയാണ് എന്ത് വിളിക്കുക, 3 വയർ ഡി സി സിസ്റ്റം. അങ്ങനെ ഡി സി ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്പിലുണ്ട്. 2 വയർ ഉണ്ട്, 3 വയർ ഡി സി സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് 3 വയർ ഡി സി സിസ്റ്റം ഒബ്റ്റെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഡി സി 3 വയർ സിസ്റ്റം. ഓക്കെ, അങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് 2 ജനറേറ്റർ മെത്തേഡ്, രണ്ടാമത്തെ 3 വയർ ഡി സി ജനറേറ്റർ, മൂന്നാമത്തെ ബാലൻസർ സെറ്റ്. ഓക്കെ, 2 ജനറേറ്റർ മെത്തേഡ് ഉണ്ട്, 3 വയർ ഡി സി ജനറേറ്റർ ഉണ്ട്, അതേപോലെ ബാലൻസർ സെറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് 2 വയർ ജനറേറ്റർ നോക്കാം. 2 വയർ ജനറേറ്റർ 2 ജനറേറ്റേഴ്സ് ഉണ്ടാവും. ഈച്ച് ജനറേറ്റർ സപ്ലൈസ് ദ ലോഡ് ഓൺ ഇറ്റ്സ് ഓൺ സൈഡ്. ഈ ജനറേറ്റർ എന്ന് പറയുന്നത് G1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിൻ്റെ ലോഡായ L1 എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അതേപോലെ G2 എന്ന് പറയുന്നതോ രണ്ടാമത്തെ ലോഡായ L2 എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വോൾട്ടേജ് കിട്ടും. നോക്കിയേ, ഇതിൻ്റെ ഇടയിൽ എന്ത് കിട്ടും, ഒരു വോൾട്ടേജ് കിട്ടും, അതാണ് V. ഇതിൻ്റെ ഇടയിൽ ഒരു വോൾട്ടേജ് കിട്ടും. അത് കൂടാണ്ട് രണ്ടിൻ്റെയും ഇടയിൽ, ഈ 2 ടെർമിനൽസിൻ്റെ ഇടയിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2V എന്ന് പറയുന്ന ഒരു വോൾട്ടേജും കൂടി കിട്ടും. അങ്ങനെ നമുക്ക് മൊത്തം 2 ടൈപ്പ് ഓഫ് വോൾട്ടേജ് ആണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 വയർ ഡി സി സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഓഫ് വോൾട്ടേജ് ആണ് കിട്ടുക, V, അതേപോലെ 2V. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് ജനറേറ്റേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഓരോ ജനറേറ്ററും അതിൻ്റെതായ ലോഡിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 3 വയർ ഡി സി ജനറേറ്റർ. ഓക്കെ, ഇത് നോക്കിയാൽ ഒറ്റ ലോഡ് തന്നെയാണ്, രണ്ടും കൂടി എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇത് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് 2 വയർ മെഷീൻ. ഓക്കെ, നോർമൽ 2 വയർ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് 1 or 2 coils ഓഫ് ഹൈ റിയാക്ടൻസ് ആൻഡ് ലോ റിയാക്ടൻസ് കണക്റ്റഡ് പെർമനൻ്റ്ലി ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ഓഫ് ദ ആർമേച്ചർ വൈൻഡിങ്. അതായത് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യും, നമ്മൾ ഒന്നോ രണ്ടോ കോയിൽസ് എന്തെങ്കിലും കണക്ട് ചെയ്യും. ആ കോയിൽസ് എന്തായിരിക്കും, ഹൈ റിയാക്ടൻസും ലോ റെസിസ്റ്റൻസും ആയിരിക്കും. ഓക്കെ, ഹൈ റിയാക്ടൻസും ലോ റെസിസ്റ്റൻസും ഉള്ള കോയിൽസ് കണക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, 3 വയർ ഡി സി ജനറേറ്റേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെയും വിയും കിട്ടും, അതേപോലെ എന്തും കിട്ടും, 2Vയും കിട്ടും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഒറ്റ ജനറേറ്റർ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് 3 വയർ ഡി സി ജനറേറ്റർ. ഇനി നെക്സ്റ്റ് എന്താ, ബാലൻസർ സെറ്റ്. ബാലൻസർ സെറ്റ് എന്താ, ഇത് കൺസിസ്റ്റ് ഓഫ് 2 ഐഡന്റിക്കൽ ഡി സി ഷണ്ട് മെഷീൻസ്. 2 മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും. ഓക്കെ, 2 ഡി സി മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കപ്പിൾഡ് മെക്കാനിക്കലി വിത്ത് ദിയർ ആർമേച്ചേഴ്സ് ആൻഡ് ഫീൽഡ് വൈൻഡിങ്സ് ആർ ജോയിൻഡ് ഇൻ സീരീസ് അക്രോസ് ദ ഔട്ടേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ആർമേച്ചർ 2 എയും ബിയും ഉണ്ട്. രണ്ടിൻ്റെയും ആർമേച്ചർ തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടിൻ്റെയും ഫീൽഡുകൾ തമ്മിൽ എന്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്താൽ ഒരു ജനറേറ്ററിൻ്റെ ഇത് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, V കിട്ടും. അതേപോലെ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 2V കിട്ടും. That is, it maintains the potential difference on 2 sides of neutral equal to each other. ഈ ന്യൂട്രലിൻ്റെ 2 സൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പേര് വന്നത് ബാലൻസർ സെറ്റ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൺ 2 സൈഡ്സ് ഓഫ് ന്യൂട്രൽ ഈക്വൽ ടു ഈച്ച് അതർ. രണ്ടിൻ്റെയും ന്യൂട്രലിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് എ സി ട്രാൻസ്മിഷൻ സിസ്റ്റവും ഡി സി ട്രാൻസ്മിഷൻ സിസ്റ്റം. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഉണ്ട്, ഓവർ ഹെഡ് വേഴ്സസ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ് വേണോ അണ്ടർഗ്രൗണ്ട് വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പബ്ലിക് സേഫ്റ്റി നോക്കണം, ഇനീഷ്യൽ കോസ്റ്റ് നോക്കണം, ഫ്ലെക്സിബിലിറ്റി, ഫോൾട്ട് നോക്കണം, അപ്പിയറൻസ് നോക്കണം, ഫോൾട്ട് ലൊക്കേഷൻ ആൻഡ് റിപ്പയേഴ്സ്, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അതുപോലെ യൂസ്ഫുൾ ലൈഫ് എത്ര കാലം വരെ നിലനിൽക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കണം, പിന്നെ ഇൻ്റർഫറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾക്ക് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം വേണോ ഓവർ ഹെഡ് സിസ്റ്റം വേണോ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പബ്ലിക് സേഫ്റ്റിക്കാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ സേഫ്, എപ്പോഴും എന്തായിരിക്കും, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആയിരിക്കും മോർ സേഫ് ദാൻ ഓവർ ഹെഡ് സിസ്റ്റം. ഓക്കെ, ഇതിൽ നിന്ന് അഡ്വാൻറ്റേജ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് മോർ സേഫ് ദാൻ ഓവർ ഹെഡ് സിസ്റ്റം ബിക്കോസ് ഓൾ ദ ഡിസ്ട്രിബ്യൂഷൻ വയറിംഗ് ഈസ് പ്ലേസ്ഡ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ദർ ആർ ലിറ്റിൽ ചാൻസസ് ഓഫ് എനി ഹസാർഡ്. ഡേഞ്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ എന്താണ്, കൂടുതലാണ്. ഓവർ ഹെഡ് ആണെങ്കിൽ ഓവർ ഹെഡ് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യും, മറിഞ്ഞ് വീഴാം. പക്ഷേ അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, സേഫ്റ്റി എന്താണ് കൂടുതലാണ്. നെക്സ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് ആകുമ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും. കാരണം ട്രെഞ്ച് ഉണ്ടാക്കണം, കോൺഡ്യൂട്ട്സ് ഉണ്ടാക്കണം, അണ്ടർഗ്രൗണ്ട് കേബിൾസ് മാൻ ഹോൾ ഉണ്ടാക്കണം. അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ് സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. അത് കാരണം അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഈസ് 5 to 10 ടൈംസ് ഓഫ് ഓവർ ഹെഡ് സിസ്റ്റം. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർ ഹെഡ് ആണ് അഡ്വാൻറ്റേജ് വരിക. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ,
overhead system is much more flexible than the underground system. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിനി പെട്ടെന്ന് ലോഡ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നെങ്കിലും നമ്മളെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റം തന്നെ എന്ത് ചെയ്യണം, ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, പെർമനൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ മാൻ ഹോൾസ്, ഡക്ട് ലൈൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. അപ്പോൾ ലോഡ് എക്സ്പാൻഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ തന്നെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പുതിയ ലൈൻസ് എന്ത് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഓവർ ഹെഡ് ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുതിയ ലോഡ് വന്നാൽ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്, സിമ്പിൾ ആണ്. അപ്പോൾ ഓവർ ഹെഡ് സിസ്റ്റം ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. ഫ്ലെക്സിബിലിറ്റി എന്തിനാണ് കൂടുതൽ, ഓവർ ഹെഡ് സിസ്റ്റത്തിനാണ് കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് എവിടെയായിരിക്കും, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ വളരെ കുറവായിരിക്കും. കാരണം അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഒക്കെ ഇൻസുലേഷനൊക്കെ കൊടുത്ത്, അണ്ടർഗ്രൗണ്ടിലാണ് ഒന്നാമത് ഉള്ളത്, അത് കൂടാണ്ട് അതിൻ്റെ ഇൻസുലേഷനൊക്കെ എന്തായിരിക്കും, ബെറ്റർ ഇൻസുലേഷൻ ആയിരിക്കും മറ്റേ ഓവർ ഹെഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ അണ്ടർഗ്രൗണ്ടിൽ എന്താണ്, കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പിയറൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലായിരിക്കും ബെറ്റർ അപ്പിയറൻസ് ഉണ്ടാവുക. അല്ലാതെ വയറും അങ്ങനെ റാൻഡമായിട്ട് തൂങ്ങി നിൽക്കുകയൊന്നും ഉണ്ടാവില്ല. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ അപ്പിയറൻസ് എന്തായിരിക്കും, നല്ല അപ്പിയറൻസ് ആയിരിക്കും. കാരണം വയേഴ്സും കേബിൾസും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ജനറൽ അപ്പിയറൻസ് നോക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനായിരിക്കും അപ്പിയറൻസ് കൂടുതൽ. നെക്സ്റ്റ് ഫോൾട്ട് ലൊക്കേഷൻ. ഓക്കെ, നമ്മൾ ഫോൾട്ട് ലൊക്കേഷൻ പറയുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം റിപ്പയർ ചെയ്യാനും അത് എവിടെയാണ് ഫോൾട്ട് ഉണ്ടായെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് എ ഫോൾട്ട് ഒക്കേഴ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് ആൻഡ് റിപ്പയർ ഓൺ ദ സിസ്റ്റം. ആ ഫോൾട്ട് കണ്ടുപിടിക്കാനും അത് റിപ്പയർ ചെയ്യാനും എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ. നേരെ മറിച്ച് ഓവർഹെഡ് സിസ്റ്റം ആണെങ്കിൽ ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഫോൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും, റിപ്പയറിങ്ങും കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഓവർഹെഡ് സിസ്റ്റം. നെക്സ്റ്റ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. അണ്ടർഗ്രൗണ്ട് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹയർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാവും ദാൻ എ അണ്ടർഗ്രൗണ്ട് കേബിൾ കണ്ടക്ടർ ഓഫ് സെയിം മെറ്റീരിയൽ ആൻഡ് ക്രോസ് സെക്ഷൻ. അത് സെയിം മെറ്റീരിയലും സെയിം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേബിളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർഹെഡ് ലൈൻസിനാണ് എന്തുണ്ടാവുക, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്തായിരിക്കും, കൂടുതലാണെന്ന് പറയും. ഓക്കെ, നേരെ തിരിച്ച് അണ്ടർഗ്രൗണ്ട് കേബിളിന് റിയാക്ടൻസ് കുറവാണ് ദാൻ ദാറ്റ് ഓഫ് ഓവർഹെഡ് കണ്ടക്ടർ ബിക്കോസ് ഓഫ് ക്ലോസർ സ്പേസിംഗ് ഓഫ് ദ കണ്ടക്ടർ. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും, സ്പേസിങ് കുറവായിരിക്കും. അത് കാരണം റിയാക്ടൻസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ. നെക്സ്റ്റ് യൂസ്ഫുൾ ലൈഫ്. ഒബ്വിയസ്ലി ലൈഫ് ഏതിനായിരിക്കും കൂടുതൽ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനായിരിക്കും. ഓവർഹെഡ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈഫ് കൂടുതൽ വരിക. നമ്മൾ പറയുന്ന സമയത്ത് ജനറലി പറയുമ്പോൾ ഓവർഹെഡ് ലൈൻസിനാണെങ്കിൽ 25 വർഷത്തെ ലൈഫ് പറയുന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ മോർ ദാൻ 50 years ഓഫ് എന്തുണ്ടാവും, ലൈഫ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ്. അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അത് കാരണം അതിൻ്റെ മെയിൻ്റെനൻസ് ചാൻസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് ഓവർഹെഡ് സിസ്റ്റം ആണെങ്കിൽ വിൻഡിൻ്റെ എഫക്റ്റ് വരും, ട്രാഫിക് ഹസാർഡ്സ് വരും, പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടാവും. അത് കാരണം ഓവർഹെഡ് സിസ്റ്റത്തിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്താണ്, കൂടുതലായിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർഫറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. ഇപ്പോൾ എന്തായിരിക്കും, ഓവർഹെഡ് ലൈൻസിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് മാത്രമായിരിക്കില്ല പോകുന്നത്, എന്താണ്, കമ്മ്യൂണിക്കേഷൻ ലൈൻസും കൂടി എന്തുണ്ടാവും, പാസ് ചെയ്യുന്നുണ്ടാവും. അത് കാരണം ഓവർഹെഡ് ലൈൻസിൽ എന്തുണ്ടാവും, ടെലിഫോൺ ലൈനുമായിട്ട് ഇൻ്റർഫറൻസ് നടത്താനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ ലൈനിൽ കറൻസ് നോർമലി ഉള്ള ഇലക്ട്രോണിക് സിഗ്നൽസ് ആയിട്ട് എന്ത് ചെയ്യാം, സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഇൻ്റർഫറൻസ് ഉണ്ടായി മറ്റേ ഡിവൈസിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ. അപ്പോൾ ഓവർഹെഡ് ലൈൻസിലായിരിക്കും ഇൻ്റർഫറൻസ് എന്ത് വരിക, കൂടുതൽ വരിക. ഇതാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ കൺസ്ട്രക്ഷൻ വെച്ചിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് ലൈനും അണ്ടർഗ്രൗണ്ട് കേബിൾസുമാണ്. നെക്സ്റ്റ് കണക്ഷൻ സ്കീംസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കണക്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റേഡിയൽ സിസ്റ്റം ഉണ്ട്, റിംഗ് മെയിൻ സിസ്റ്റം ഉണ്ട്, അതേപോലെ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം റേഡിയൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സബ്സ്റ്റേഷനിൽ തന്നെ എന്ത് വരും, ഡിഫറെൻറ്റ് ഫീഡേഴ്സ് വരും. ഓക്കെ, സെപ്പറേറ്റ് ഫീഡേഴ്സ് റേഡിയേറ്റ് ഫ്രം എ സിംഗിൾ സബ്സ്റ്റേഷൻ. ഒരൊറ്റ സബ്സ്റ്റേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഫീഡേഴ്സ് കയറി വരും ആൻഡ് ഫീഡ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അറ്റ് വൺ എൻഡ് ഓൺലി. അത് ഡിസ്ട്രിബ്യൂട്ടർ ഫീഡറിൻ്റെ ഒരു ഏതെങ്കിലും ഫീഡറിൽ ഒരു സൈഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഫീഡ് ദ ഡിസ്ട്രിബ്യൂട്ടർ അറ്റ് വൺ എൻഡ് ഓൺലി. സെപ്പറേറ്റ് ഫീഡേഴ്സ് ഉണ്ടാവും സിംഗിൾ സബ്സ്റ്റേഷന്. റേഡിയൽ സിസ്റ്റം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക വെൻ പവർ ജനറേറ്റർ ഈസ് ലോ വോൾട്ടേജ് ഒക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, റേഡിയൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുക. ഇസ് എംപ്ലോയ്ഡ് ഓൺലി വെൻ പവർ ഈസ്
ജനറേറ്റഡ് അറ്റ് ലോ വോൾട്ടേജിലും അതേപോലെ ലോഡ് സെൻറ്ററും സബ്സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ, റേഡിയൽ സിസ്റ്റം യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. റേഡിയൽ സിസ്റ്റം ഇസ് എംപ്ലോയ്ഡ് ഓൺലി വെൻ ദ പവർ ജനറേറ്റർ ഈസ് അറ്റ് ലോ വോൾട്ടേജ് ആൻഡ് ദ സബ്സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലോഡ്. അപ്പോൾ ഒരുപാട് ഫീഡേഴ്സ് ഉണ്ടാവും, സിംഗിൾ സബ്സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ഫീഡേഴ്സ് ഉണ്ടാവും. ആൻഡ് ഫീഡ്സ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് വൺ എൻഡ് ഓൺലി, ഒരെൻഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുള്ളൂ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കാം, റേഡിയൽ സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം, അതിൻ്റെ ഡ്രോബാക്സ് നോക്കാം. ഡ്രോബാക്സ്: ദ എൻഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിയറർ ടു ദ ഫീഡിംഗ് പോയിന്റ്. എവിടെ നിന്നാണ് ഫീഡേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ ഫീഡിംഗ് പോയിന്റിന്റെ ആ എൻഡ്, ഡിസ്ട്രിബ്യൂട്ടറിന്റെ എൻഡിൽ എന്തായിരിക്കും, ലോഡ് കൂടുതലായിരിക്കും. ദ എൻഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ നിയറസ്റ്റ് ടു ദ ഫീഡിംഗ് പോയിന്റ് വിൽ ബി ഹെവിലി ലോഡഡ്. അവിടുത്തെ ലോഡ് കൂടുതലായിരിക്കും. അത് മാത്രം എന്താണ്, കൺസ്യൂമേഴ്സ് ഒറ്റ ഫീഡറിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് ദ കൺസ്യൂമേഴ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ എ സിംഗിൾ ഫീഡർ. കാരണം ആ സിംഗിൾ ഫീഡറിലേക്ക് മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നുള്ളൂ. അത് കാരണം സിംഗിൾ ഫീഡറിനെയും സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടറിനെയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഡിസ്റ്റൻ്റ് എൻഡിലുള്ള കൺസ്യൂമേഴ്സിന് എന്തായിരിക്കും, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം ഡിസ്ട്രിബ്യൂട്ടറിൽ ലോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് കാരണം റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തേക്കുക. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ് ഓൺലി. ഓക്കെ, നെക്സ്റ്റ് റിംഗ് മെയിൻ സിസ്റ്റം. റിംഗ് മെയിൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും ഇതിൽ. ആ റിംഗ് മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈമറി തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഫോം ചെയ്യും. അതിനെയാണ് റിംഗ് മെയിൻ സിസ്റ്റം എന്ന് വിളിക്കാം. ഇൻ റിംഗ് മെയിൻ സിസ്റ്റം ദ പ്രൈമറീസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഫോം എ ലൂപ്പ്. ഒരുപാട് ഫീഡേഴ്സിൻ്റെ എല്ലാ ട്രാൻസ്ഫോമേഴ്സും തമ്മിൽ പ്രൈമറി തമ്മിൽ ലൂപ്പ് കണക്ട് ചെയ്യും. ദ ലൂപ്പ് സ്റ്റാർട്ട്സ് ഫ്രം ദ സബ്സ്റ്റേഷൻ ബസ് ബാർ. ഈ സബ്സ്റ്റേഷൻ ബസ് ബാർ എന്നത് സ്റ്റാർട്ട് ചെയ്യും. മേക്സ് എ ലൂപ്പ് ത്രൂ ദ ഏരിയ ടു ബി സെർവ്ഡ് ആൻഡ് റിട്ടേൺസ് ടു സബ്സ്റ്റേഷൻ. ഏതൊക്കെ ഏരിയ ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത് അതിലൂടെയൊക്കെ ഫീഡർ പോയിട്ട് വീണ്ടും തിരിച്ച് എവിടത്തേക്ക് തന്നെ എത്തും, സബ്സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക, റിംഗ് മെയിൻ സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി ഓരോ ഫീഡറിൻ്റെ എൻഡറും നമ്മൾ എന്തെടുക്കും, ടാപ്പിംഗ്സ് എടുക്കും. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ട്രാപ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പോയിന്റ്സ് എം ഒ പി. ഇവിടുന്ന് എം ഉണ്ട്, അതുപോലെ ഒ ഉണ്ട്, ക്യൂ ഉണ്ട്, എസ് ഉണ്ട്. അങ്ങനെ ഫീഡറിൻ്റെ ഡിഫറെൻറ്റ് പോയിന്റ്സ് നമ്മൾ എന്തെടുക്കും, ടാപ്പിംഗ്സ് എടുത്തിട്ട് അവിടത്തേക്കാണ് എന്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക. ഇതാണ് റിംഗ് മെയിൻ സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് കൺസ്യൂമർ ടെർമിനൽസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, കാരണം ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. മറ്റെന്താ ചെയ്താൽ റേഡിയൽ ആണെങ്കിൽ ഒരൊറ്റ ഫീഡറിൽ നിന്ന് മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്തിരുന്നുള്ളൂ. ഇവിടുന്ന് ടാപ്പിംഗ്സ് എടുത്തിട്ട് എല്ലായിടത്തും നമ്മൾ എന്തെടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുന്നുണ്ട്. അത് കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കുറവായത് കൊണ്ട് തന്നെ എന്തായിരിക്കും, റിലയബിൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആസ് ഈച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഫെഡ് വിയ 2 ഫീഡേഴ്സ്. ഓരോ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് നമ്മൾ രണ്ട് ഫീഡർ എന്നുള്ള കണക്ഷനാണ് കൊടുത്തേക്കുന്നുള്ളത്. അത് കാരണം റിലയബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, റിലയബിലിറ്റി കൂടുതൽ വെച്ചാൽ എൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫീഡറിൽ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫീഡേഴ്സ് എന്ത് ചെയ്യും, അതിനെ സപ്ലൈ ചെയ്യും. അപ്പോൾ റിംഗ് മെയിൻ സിസ്റ്റമാണ് കുറച്ചും കൂടി എന്തായിട്ട് വരിക, റിലയബിൾ ആയിട്ട് വരിക. റേഡിയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിംഗ് മെയിൻ സിസ്റ്റമാണ് കൂടുതൽ റിലയബിൾ ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. ഇന്റർ കണക്റ്റഡ് സിസ്റ്റം വെച്ചാൽ ഒരു ഫീഡർ റിംഗ് തന്നെയാണ്. നേരത്തെ റിംഗ് മെയിൻസ് പറഞ്ഞ ഫീഡർ റിംഗ് തന്നെയാണ്. പക്ഷേ അതിലേക്ക് ആ ഫീഡറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഒരു ജനറേറ്റിംഗ് സബ്സ്റ്റേഷൻ ആയിരിക്കില്ല, രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫീഡറിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. ഇവിടെ സബ്സ്റ്റേഷൻസ് S1 ഉണ്ട്, അതേപോലെ S2 ഉണ്ട്. സബ്സ്റ്റേഷൻസ് രണ്ട് സബ്സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ റിംഗിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, റിലയബിലിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരു പീക്ക് ലോഡ് വരുന്ന സമയത്ത് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനോ സബ്സ്റ്റേഷനോ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ജനറേറ്റിംഗ് സ്റ്റേഷനും കൂടി എന്ത് ചെയ്യും, അതിനേക്ക് സപ്ലൈ കൊടുക്കും. അത് കാരണം റിസർവ് പവർ കപ്പാസിറ്റി കുറയും. കാരണം രണ്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് റിസർവ് കപ്പാസിറ്റി കുറയുന്നുണ്ടെങ്കിലും എഫിഷ്യൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്ത് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് പ്രോപ്പർ വോൾട്ടേജ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കണം, ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാവാണ്ട് പ്രോപ്പർ ആയിരിക്കണം. അവൈലബിലിറ്റി ഓഫ് പവർ ഓൺ ഡിമാൻഡ്. ആവശ്യത്തിനനുസരിച്ച് പവർ എന്ത് ചെയ്യണം, അവൈലബിൾ ആയിരിക്കണം. മൂന്നാമത്തെ റിലയബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ പവർ ഫെയിലിയറും ബാക്കി കാര്യങ്ങളൊന്നും കൂടെ ഉണ്ടാവാൻ പാടില്ല, റിലയബിൾ ആയിരിക്കണം. ഓക്കെ, പ്രോപ്പർ വോൾട്ടേജ്. പ്രോപ്പർ വോൾട്ടേജ് വേരിയേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്, ലോഡിൽ വേരിയേഷൻ വരുമ്പോഴാണ് എന്തുണ്ടാവുക, വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവുക. ദാറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആർ ജനറലി കോസ്ഡ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ദ സിസ്റ്റം. Good distribution systems should ensure that the voltage variations at consumer terminals
ആർ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്സ്. അത് നമ്മൾ കൺസ്യൂമർ സൈഡിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. ഓരോ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് വേണ്ടിയായിരിക്കും. അപ്പോൾ വോൾട്ടേജ് എന്തുണ്ടാവാൻ പാടില്ല, ഒരു പെർമിറ്റിബിൾ ലിമിറ്റിനപ്പുറം വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവാത്ത ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് എന്ത്, ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയാം. നോർമലി 6% റേറ്റഡ് വാല്യൂവിൻ്റെ +or-6% വോൾട്ടേജ് വേരിയേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, അലോ ചെയ്യാറുള്ളൂ. ഇതാണ് പ്രോപ്പർ വോൾട്ടേജ് എന്ന് പറയുന്നത്. നോക്കേണ്ടത് +or-6% വേരിയേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ. നെക്സ്റ്റ് availability of power on demand. The power must be available to the consumers in any amount that they may require from time to time. അതായത് നമ്മൾ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ ഇലക്ട്രിക് പവർ എന്തായിരിക്കും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് റിലയബിലിറ്റി. ഓക്കെ, ദ റിലയബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻഡ് ബൈ. റിലയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, പവർ കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പിന്നെ അഡീഷണൽ റിസർവ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് നമ്മൾക്ക് റിലയബിൾ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ കൺസിഡറേഷൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. സർവീസ് മെയിൻസ് പറഞ്ഞു, ഫീഡേഴ്സ് പറഞ്ഞു, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഓരോന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്, അതാണ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഫീഡേഴ്സ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫീഡർ ഡിസൈൻ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഫീഡർ ഈസ് ഡിസൈൻഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇറ്റ്സ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ എപ്പോഴും ഫീഡർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ കൺസിഡർ ആയിട്ട് മെയിനായിട്ട് എടുക്കുക. വൈൽ ദ വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡറേഷൻ റിലേറ്റീവ്ലി അൺഇമ്പോർട്ടൻറ്റ്. വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം വോൾട്ടേജ് ഡ്രോപ്പിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണെങ്കിൽ സബ്സ്റ്റേഷനിൽ നിന്നുണ്ടാവും ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് എക്യുപ്മെൻറ്റ് ഉണ്ടാവും. ആ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫീഡറിൽ നിന്ന് ചെയ്യുന്നത്. അത് കൺസിഡർ ചെയ്യേണ്ടത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഫീഡേഴ്സ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഡിസൈൻഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. Okay, that is the length and size of the distributor should be such that the voltage at the consumer terminals is within the permissible limits. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു വോൾട്ടേജ് എന്ത് ചെയ്യാൻ പാടില്ല, വേരിയേഷൻസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സൈസും ലെങ്ത്തും എന്ന് പറയുന്നത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാകുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് DC ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പോവാണ്. DC ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ ടൈപ്പ് DC ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ മാത്രം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നുള്ളൂ. അടുത്ത ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് സൈഡിലും എന്ത് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊടുക്കും. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ദ സെൻറ്ററിലേക്കാണ് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. നാലാമത്തത് റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. ഇങ്ങനെ 4 ടൈപ്പാണ് DC ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ വരുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ്, ഇതാണ് നമ്മുടെ ഫീഡർ ലൈൻ. അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഒരൊറ്റ എൻഡിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ ഫുൾ കറണ്ട് I കൊടുത്തു, അതായത് I1 + I2 + I3 എന്നാണ് കറണ്ട് ഇവിടെ പോകുന്നു. അതിൽ നിന്ന് ഒരു സർവീസ് മെയിൻസിലേക്ക് I1 കറണ്ട് പോയി. അപ്പോൾ അടുത്ത ബാക്കി എന്ത് വരും, അടുത്ത മെയിൻസ് കൂടെ I2 + I3 മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. വീണ്ടും അടുത്ത സർവീസ് മെയിൻസിൽ I2 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും I3 മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓരോ സെക്ഷനിലും ഫീഡിങ് പോയിന്റിൻ്റെ എവേ പോകുന്നതനുസരിച്ചിട്ട് കറണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞങ്ങ് വരും. Thus, the current in the various sections of the distributed away from the feeding point goes on decreasing. അപ്പോൾ ഇതാണ് ഫീഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫീഡിംഗ് പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ചിട്ട് എവേ പോകുന്നതനുസരിച്ചിട്ട് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞങ്ങ് വരും. കാരണം ഓരോ സൈഡിലേക്ക് ഫീഡിംഗ് പോയിന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കറണ്ട് കുറഞ്ഞുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. ദ വോൾട്ടേജ് അക്രോസ് ദ ലോഡ്സ് എവേ ഫ്രം ദ ഫീഡിംഗ് പോയിന്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കില്ല, അടുത്തത് വോൾട്ടേജ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് എ ഫോൾട്ട് ഒക്കേഴ്സ് അറ്റ് എനി സെക്ഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ദ ഹോൾ സപ്ലൈ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ദ ഹോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫോൾട്ട്. ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഹോൾ ഡിസ്ട്രിബ്യൂട്ടർ വിൽ ഹാവ് ടു ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ മെയിൻസ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുൾ സിസ്റ്റം തന്നെ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഇത് നോക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ടർ കണക്ട് ചെയ്യുക. A എന്ന് പറഞ്ഞ പോയിന്റിലും ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ B എന്ന് പറഞ്ഞ പോയിന്റിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ വോൾട്ടേജ് അറ്റ് ദ ഫീഡിംഗ് പോയിന്റ്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. അതായത് A എന്ന് പറഞ്ഞതിൻ്റെ വോൾട്ടേജും B എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്താവണമെന്നില്ല, സെയിം ആവാം, സെയിം ആവാതിരിക്കാം.
ഓക്കെ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ, സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ, ഇപ്പോൾ എയിലാണ് ഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ എന്ത് ചെയ്യും, അടുത്ത ഫീഡിംഗ് പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സപ്ലൈ എന്ത് ചെയ്യും, ഇതിലേക്ക് കൊടുക്കും. ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് എ ഫോൾട്ട് ഓൺ എനി സെക്ഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സപ്ലൈ ഈസ് മെയിൻറ്റെയിൻഡ് ഫ്രം ദ അതർ ഫീഡിംഗ് പോയിന്റ്. അടുത്ത ഫീഡിംഗ് പോയിന്റ് നിന്ന് എന്ത് ചെയ്യും, സപ്ലൈ കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ദ സെൻറ്റർ. നമ്മൾ നേരത്തെ സിംഗിൾ ഫെഡ് പറഞ്ഞില്ലേ, അതേപോലെ രണ്ട് സിംഗിൾ ഫെഡിൻ്റെ എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. സെൻറ്ററിലേക്കായിരിക്കും അവിടെ കൊടുക്കുക. നമ്മൾ സെൻറ്ററിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുക. ടോട്ടൽ ലെങ്ത്തിൻ്റെ നേരെ ഹാഫിൽ എന്ത് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകും, കുറച്ച് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ 2 സിംഗ്ലി ഫെഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തായിരിക്കും, ഈക്വാലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് വരുന്നത് I1 + I2 ആണ്. ഈ ഫീഡിംഗ് പോയിന്റ് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും, കുറയും. അതേപോലെ ഈ ഫീഡിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് പോകുന്നതനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു 2 singly fed distributors, each distributor having a common feeding point and the length equal to half of the total length. Okay, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് പകുതിക്ക് വെച്ചിട്ടാണ് എന്തുണ്ടാവുക, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് ചെയ്യാം. നെക്സ്റ്റ്, റിംഗ് മെയിൻസ്. റിംഗ് മെയിൻസ് എന്ന് വെച്ചാൽ നമ്മൾ റിംഗ് ഇലേക്കാണ് എന്ത് ചെയ്യുക, ഫീഡർ കൊടുക്കുക. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു എ സ്ട്രൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജ്, ദ 2 ends being brought together to form a closed. അത് ഇങ്ങോട്ടേക്കും കൊടുക്കും, അതേപോലെ ഇങ്ങോട്ടേക്ക് രണ്ടും ക്ലോസ് ചെയ്തിട്ട് എന്തിട്ടും ഒരു റിംഗ് ഷേപ്പിലേക്ക് വരും. അതിനാണ് ഡിസ്ട്രിബ്യൂട്ടർ റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂട്ടർ റിങ്ങിന് ഒന്നുകിൽ ഈ ഒരു പോയിന്റിലേക്ക് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏത് പോയിന്റിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഡിസ്ട്രിബ്യൂട്ടർ റിങ്ങിന് എന്ത് ചെയ്യാം, ഫീഡ് ചെയ്യാം. ആ ഡിസ്ട്രിബ്യൂട്ടർ റിംഗ് എന്നാണ് നമ്മൾ സർവീസ് മെയിൻസ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത്. I1, I2, I3 എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറിൽ ആകെ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ, ഫീഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, സർവീസിലേക്ക് മെയിൻസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഫീഡർ 1 എന്നല്ല, വേറെ ഫീഡർ ആണെങ്കിൽ ഇതിലേക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് എന്ത്, DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്, ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. ഇതിലധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് റേഡിയൽ, ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്, പിന്നെ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. അതൊക്കെയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്